ഗുഡ് മോർണിംഗ്. അപ്പോഴത്തെ നെക്സ്റ്റ് ഡേ മോർണിംഗ്. നേരെ കാണുന്നത് പാമ്പനാർ ഗ്രാമമാണ്. ഈ ഉച്ചയ്ക്കൊക്കെ ചൂടാണെങ്കിലും രാവിലെ നല്ല അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, രസമുണ്ട്. മറ്റേ കോടയും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ എന്തായാലും ഒന്ന് പുറത്തേക്ക് ഒന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ദൂരത്തുനിന്ന് വണ്ടി പോകുന്നതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഉണ്ടല്ലോ, ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ കുയിൽ പാടുന്നത് നല്ല ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും. നല്ല താളത്തിലും ഈണത്തിലൊക്കെയാണ് അതിങ്ങനെ ഇരുന്ന് പാടുന്നത്. ശരിക്കും കാണിക്കാനായിട്ട് വിട്ടുപോയൊരു സംഭവം കേട്ടോ. ഇത് നമ്മുടെ റെസ്റ്റോറൻ്റാണ്. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ബാങ്കറ്റ് ഹോളുണ്ട്. ഇവിടെ വെച്ചിട്ടായിരുന്നു നമ്മുടെ ഷബാസിക്കയുടെ ആ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരുന്നത്. ഈ അടിപൊളിയായിരുന്നു ആ ഒരു വൈകുന്നേരം. ഷബാസ് അമാൻ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും അല്ലേ, നമ്മുടെ മായാനദിയും അതിൽ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഹിക്കയുടെ ഒരു പാട്ട് കൺസേർട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടായിരുന്നു. ഇവിടുത്തെ പൂക്കൾ, അയ്യോ എവിടെ തിരിഞ്ഞാലും നല്ല പച്ചപ്പും പൂക്കളൊക്കെയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകേണ്ട ഒരാവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഏരിയ ഇവിടെ തന്നെയുണ്ട്. പിന്നെ നല്ല എക്സസൈസുമാണ്, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. അപ്പോൾ ഈ കയറ്റമൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു എക്സസൈസും കിട്ടും. കോഫിയൊക്കെ സെർവ് ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് മാറ്റിയിട്ട് താഴത്തേക്കാക്കി. കാരണം എല്ലാവർക്കും ഇത്രയും മേളിലേക്ക് കയറി വരൽ ഇത്ര പോസിബിൾ അല്ല. ഒരു തട്ടുകട ആംബിയൻസിൽ താഴത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെയാണ് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഒരു ഫ്രെയിം കാണാനായിട്ട് നല്ല രസമല്ലേ, പൂവും ആ ഒരു പാത്രയും എല്ലാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ നടക്കാൻ ഇറങ്ങിയത് ഫ്രെയിംസ് അന്വേഷിച്ചിട്ടാണ്. കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള പ്ലാനിലാണ്. കാരണം നല്ല രീതിയിൽ ഇപ്പോൾ പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുക, നല്ല ലൈറ്റുമാണ്. അപ്പോൾ ഇപ്പോൾ എടുത്ത് കഴിഞ്ഞാൽ പൊളിയായിരിക്കും. കുറേ നാൾ കൂടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെ മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുവാണ്. ഇവിടെയാണ് നമ്മുടെ എസ്റ്റേറ്റ് പൂൾ വില്ലാസൊക്കെ ഉള്ളത്. എവിടെ നോക്കിയാലും ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ എസ്തെറ്റിക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നല്ല ഫ്രെയിംസാണ് ഇവിടെ. പക്ഷേ നിങ്ങളൊരു ഷൂട്ടിന് വേണ്ടി മാത്രമായിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫ്രെയിംസോ അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. മേ ബി നിങ്ങൾക്ക് ഫോട്ടോസ് എടുത്തിട്ട് പോകാമായിരിക്കും. പക്ഷേ ആ ഫോട്ടോയുടെ പെർഫെക്ഷൻ വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ലൈറ്റിങ്ങും ആ ഒരു ആംബിയൻസും ആ ഒരു ഫ്രെയിമിങ്ങും എല്ലാം വേണം. അത് കിട്ടണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്താൽ മാത്രമാണ് ഏതൊരു സമയത്താണ് ഇവിടുത്തെ പെർഫെക്റ്റ് ലൈറ്റിങ് അല്ലെങ്കിൽ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുക. സ്റ്റേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷൂട്ട്സോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഭയങ്കര വണ്ടർഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് രാവിലത്തെ ടൈമും വൈകുന്നേരത്തെ ടൈമും ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് നല്ല രസമാണ് ഇവിടുത്തെ ഓരോ ഫ്രെയിംസും. കാരണം ഭയങ്കര നല്ല രീതിയിൽ നല്ല ഫ്ലോറയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം നല്ല ഭംഗിയാണ്, നല്ല വൈബ്രൻ്റാണ് ഇവിടുത്തെ ഓരോ ഫ്രെയിംസ് എന്ന് പറയുന്നത്. നല്ല ഒരു എന്താ പറയുക, ഒരു പ്രത്യേക രസമാണ്. സാരിയൊക്കെ എടുത്ത് അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല കുറച്ച് ഫ്രെയിംസ് ഉണ്ട്. ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. മനമാകെ നിറയും മഴവിൽ നീയാണ്, മധുരം തൂവും മഴയും നീയാണ്. ഞാൻ നിഴലായി മാറുന്നു, കണ്ണിൽ തേൻ ചോരുന്നു. റൂംസ് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു പൂൾ വില്ല ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ആ പൂൾ വില്ല ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതിൻ്റെ മേളിലാണ്ടാ കയറണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എസ്റ്റേറ്റ് പൂൾ വില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ കാണിക്കാനായിട്ട്. നോക്കി ഇറങ്ങണം കേട്ടോ. ഒരു ചെറുതായിട്ട് 2 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഇങ്ങോട്ട് കയറാനായിട്ട്. നമ്മൾ നേരത്തെ നമ്മുടെ റൂംസിൽ കണ്ട പോലത്തെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ട്. ഇതൊരു കോമൺ സ്പേസ് ആണ്. ഈവൻ ദോ ഇവിടെ നമുക്കൊരു മിനി ബാർ എന്നല്ല ഇത് പറയുന്നത്,
മിനി ഫ്രിഡ്ജ് ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ബോട്ടിൽ വെള്ളമുണ്ട്, കെറ്റിലുണ്ട്. പിന്നെ ഈ ഇത്രയും ഒരു വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇപ്പോൾ റൂംസിലിരിക്കാണ്ട് എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു കോമൺ ഏരിയ ആണ്. TV ഒക്കെ ഉണ്ട്. പിന്നെ ഇത് കണ്ടില്ല, ഇതൊരു സോഫ കം ബെഡാണ്. നമുക്കിപ്പോൾ ഇത് വലിച്ചിടുവാണെങ്കിൽ, നമുക്കിപ്പോൾ ഒരുപാട് നമ്പേഴ്സ് ഓഫ് ആൾക്കാർ വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങാം. പിന്നെ ഒരു കുഞ്ഞ് ബാൽക്കണി ഇവിടെ ഉണ്ട്. പക്ഷേ ഒരു അങ്ങനെ എന്താ പറയുക, വലിയ സ്പേഷ്യസ് ആയിട്ടുള്ളതല്ല, ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങി നിന്ന് കാറ്റൊക്കെ കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്, നല്ല രസമാണ്. ഇപ്പോൾ ഡേ ടൈം കുറച്ച് ചൂടാണെങ്കിലും വൈകുന്നേരം ആകുമ്പം എൻറ്റയർലി ഡിഫറെൻറ്റ് ക്ലൈമറ്റാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഇവിടെ റൂമിന് തൊട്ടടുത്തായിട്ടുള്ള ആ ഒരു പ്രൈവറ്റ് പൂളും കൂടി ഉണ്ട്. അത് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഞാൻ അപ്പൂനെ ഇട്ട് കറക്കും ആ വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം, എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിലുള്ള ആദ്യത്തെ റൂം എന്ന് പറയുന്നത്. ഈ റൂമിൻ്റെ സൈഡിലായിട്ടാണ് നമുക്ക് പൂൾ വില്ലയുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് വന്നിടാം. ഈ ഒരു റൂമിൽ അത്യാവശ്യം വലിയൊരു ബാൽക്കണി ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചൂടാണെങ്കിലും മഴയുള്ള ടൈമിലൊക്കെ ആണെങ്കിലും നല്ല രസമായിരിക്കും. വൈകുന്നേരമൊക്കെ നല്ല രസമാണ്. ഞാൻ പറഞ്ഞില്ലേ, നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വരും. ആ ടൈമിൽ ഇവിടെ വന്നിരിക്കാനായിട്ട് രസമാണ്. പിന്നെ എന്താ പറയുക, നല്ല കാറ്റുണ്ട് അത്യാവശ്യം. അപ്പോൾ ഈ റൂമിലാണ് നമുക്ക് പ്രൈവറ്റ് പൂളുള്ളത്. ചില ആൾക്കാർക്ക്, നമുക്ക് ചില ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കോമൺ പൂളിൽ ഇറങ്ങാനൊരു മടി ഉണ്ടാവും. ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടാവും കാണുന്നൊക്കെ വിചാരിക്കുമ്പോൾ. പക്ഷേ അതൊന്നുമില്ല. നമുക്കിപ്പോൾ അങ്ങനെ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ലൊക്കേഷനാണ് ഇത് ഈ കാണുന്നത്. അതെ, ബാക്കി കുറച്ച് സംഭവങ്ങളൂടെ ഉണ്ട്. ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളെ ഞാൻ ഫ്രണ്ടിലേക്ക് വലിക്കും കേട്ടോ. അപ്പോൾ ബാക്കി അപ്പു പറയും, ഇങ്ങോട്ട് വായോ. ഒരു റൂമും കൂടെ ഉണ്ട് കേട്ടോ. അല്ല, അത് എങ്ങനെയുണ്ട് പൂളിൽ, എങ്ങനെയുണ്ട്? ഇപ്പോഴല്ലേ കണ്ടത് നമ്മൾ, ഇന്നലെ കാണാൻ പറ്റിയില്ല. സൂപ്പറാണ് ആക്ച്വലി. ഫാമിലി ഒക്കെ ആയിട്ട് വന്ന പറ്റിയ ഓപ്ഷൻ. ബിക്കോസ് 2 bedrooms ആൻഡ് ഐ തിങ്ക് 2 ആൾക്കാരും കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ കം ബെഡും ഉണ്ട്. അപ്പോൾ അത് നൈസാണ്. ഒരു റൂമും കൂടെ ഉണ്ട് ഇവിടെ. ഇവിടെ ആക്ച്വലി ഒരു പൂൾ വില്ല എന്ന് പറയുമ്പോൾ ലൈക്ക് 2 bedrooms ആൻഡ് കോമൺ സ്പേസ് ആൻഡ് പൂളാണ്. സോ അടുത്ത റൂം സെയിം ആസ് ദ ഫസ്റ്റ് റൂം ദാറ്റ് യു സോ. ലൈക്ക് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള റൂം വിത്ത് എ നൈസ് ബാൽക്കണി ആൻഡ് ഫുഡൊക്കെ കഴിക്കാനൊക്കെ നൈസായിരിക്കും. ബാംബു ആണ് ഫുൾ ഇവിടെ. വൈകിട്ട് ഭയങ്കര ഡിഫറൻസ് ഓഫ് ക്ലൈമറ്റ് ആട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഉച്ചയ്ക്ക് അത്യാവശ്യം ചൂടായിരുന്നു. പക്ഷെ ഇന്ന് ക്ലൈമറ്റ് തിരിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ മോർണിംഗ് ആണെങ്കിലും ഇപ്പോൾ ടൈം എത്ര, ഇപ്പോൾ ഒരു 12 കഴിഞ്ഞു, 12:35. എന്നിട്ട് പോലും ക്ലൈമറ്റ് ഒരു അത്യാവശ്യം പ്ലസന്റ് ക്ലൈമറ്റ്. റൂമാണോ ഈ എസ്റ്റേറ്റ് പൂൾ വില്ലയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്? എസ്റ്റേറ്റ് പൂൾ വില്ല അടിപൊളിയാണ്. എന്തൊക്കെ പറഞ്ഞാലും എസ്റ്റേറ്റ് പൂൾ വില്ലയ്ക്ക് അതിൻ്റെതായ ഫീലാണ്, നോർമൽ റൂമിന് അതിൻ്റെതായ ഫീൽ. ഇപ്പോൾ പൂൾ ഇല്ലാത്ത എസ്റ്റേറ്റ് വില്ലാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് പൂള് വേണ്ടെന്നുള്ളവർക്ക് ഇതുപോലെ 2 റൂമും ഈ ഒരു കോമൺ സ്പേസ് പോലെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങണ്ടേ? കഴിഞ്ഞു, നമ്മളിവിടുന്ന് ചെക്കൗട്ട് ചെയ്യുക. ടാറ്റ ബൈ ബൈ പറയുക. പോവാണോ? ടാറ്റാ. ഇന്നലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഷോട്ട്സും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോഷൂട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും നല്ല രസമല്ലേ ഇവിടെ ചെയ്യാനായിട്ട്. ഇവിടെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ, പക്ഷേ ടൈമിംഗ് നോക്കണം. നല്ല വെയിലാവും കുറച്ച് കഴിഞ്ഞാൽ. അതെ, ഒരു ബിഫോർ. ഇപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം 8:20 ആയിട്ടുണ്ട്. വിശക്കണല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ എന്താ പറയുക, ഇവിടെ 1-2 സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ചാർലി ലൊക്കേഷനിൽ പോയിട്ടില്ലല്ലോ. പിന്നെ നമ്മുടെ നെടുമുടി വേണു താമസിച്ച ഹോസ്റ്റൽ, അത് ലാട്രം LP സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് തൊട്ടടുത്താണ്, ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ പോയാൽ മതി നമുക്ക്. അപ്പോൾ അവിടെ എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അവിടെയും കൂടെ കയറിയിട്ടായിരിക്കും പോകുന്നത്. ഹാപ്പി ആയിരുന്നോ? അടിപൊളി ട്രിപ്പായിരുന്നു. ടോട്ടലി ഹാപ്പി വിത്ത് ദ ക്ലൈമറ്റ്. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് സോളോ ആയിട്ട് ട്രാവൽ ചെയ്തിട്ട് എന്താ പറയുക, ഈ വീഡിയോ എങ്ങനെ എനിക്കത് ലീഡ് ചെയ്യണം എന്നുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ചിലപ്പോൾ ഞാൻ കുറേ ബ്ല അടിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്താ പറയുക, ഞാൻ ടോട്ടലി ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സാധാരണ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന പല ഫ്രെയിംസും അപ്പോൾ വന്നിട്ട് കളർഫുൾ ആക്കിയിട്ടുണ്ട്. എൻ്റെ ബൈക്ക് തന്നെയാണ് എല്ലാ ഫ്രെയിമിലും വരാറുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട, ഒരു സൂപ്പർ വീഡിയോ തന്നെ അപ്പൂൻ്റെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ് ഉണ്ട്. നോർമൽ റൂംസ് ഉണ്ട്, അതുപോലെ തന്നെ എസ്റ്റേറ്റ് വില്ലാസ് ഉണ്ട്, പൂൾ വില്ലാസ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നു അല്ലെങ്കിൽ ന്യൂലി മാരിഡ് കപ്പിളൊക്കെ ആണെങ്കിൽ പൂൾ വില്ലാസ് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇല്ലേ, ഈ ഒരു സ്ഥലം അടിപൊളിയല്ലേ, വാച്ച് ടവർ ആണ് ലൈക്ക് എൻ്റെ ഒരു ഫേവറേറ്റ്. അപ്പൂന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് ടവർ ആട്ടോ. ഇന്നലെ വൈകുന്നേരം ഇവിടെ വന്നിരുന്നിട്ട്. അതെ, അപ്പൂന് ഫാമിലി ആയിട്ട് വരേണ്ട ഒരു ദിവസം നമുക്ക് കൊണ്ടുവരണം. ഞാൻ ഇല്ല, ഇപ്പോൾ ഇൻ കേസ് നമുക്ക് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ കോട്ടേജിലേക്കും ഒരു
ടാർ റോഡ് ആക്സസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബഗ്ഗിയിൽ അവർ നമ്മുടെ റൂമിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കയറ്റമൊക്കെ ആണെങ്കിലും നോ സീൻ, നമുക്ക് സുഖമായിട്ട് റൂമിലേക്കും അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ ഒരു ഏരിയയിലേക്കും ആക്സസ് ഉണ്ട്. ഇന്നലെ നൈറ്റ് കോടയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഒരു കുട്ടിക്കാനല്ല പെരുന്തമ്പാറയ്ക്ക് ഒരു ഡ്രൈവ് പോയിണ്ടായി. കുട്ടിക്കാനത്തും പോയി. എൻ്റെ ടീച്ചേഴ്സിനെ രണ്ടുപേരെ മീറ്റ് ചെയ്തു. അതൊക്കെ അടിപൊളിയായിരുന്നു. അതെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പെരുന്തമ്പാറയിലെ കോടയും മിസ്സുമാരെ മീറ്റ് ചെയ്തതും. മിസ്സുമാരെ ഇത് കാണുന്നുണ്ടെങ്കിൽ സോ ഹാപ്പി. എനിക്കറിയില്ലായിരുന്നു എങ്ങനെ സംസാരിക്കും. അടിപൊളിയായിരുന്നു നിങ്ങൾ. നമുക്ക് എന്തായാലും ഞാൻ പഠിച്ചത് മരീൻ കോളേജിൽ കുട്ടിക്കാനത്താട്ടോ. അവിടെ ആട്ടോ എൻ്റെ മിസ്സുമാർ രണ്ടുപേരും. ഇവിടെ തൊട്ടടുത്താട്ടോ മരീൻ കോളേജ്. മിസ്സുമാരുടെ പേര് പറഞ്ഞു. മിസ്സുമാർക്ക് മെൽബി മാം ആൻഡ് ജ്യോതി മാം. ഓക്കെ, മിസ്സുമാരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ട്രിപ്പ് പോട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ടു യു ടു. ഫോർമാലിറ്റി അല്ല, വീഡിയോയിൽ അങ്ങനെ പറയണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു റിവ്യൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് എങ്ങനെ ഇഷ്ടപ്പെടുകയില്ല എന്നുള്ളതൊന്നും. ഡസൻറ്റ് മാറ്റർ. സോ ഹാപ്പി. താങ്ക് യു. ബൈ. ആൻഡ് ഒരാളോട് ഒരു താങ്ക് യു പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാനത് വിട്ടുപോയതാണ്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു വലിയ പാട്ടാണ് നിക്സൺ ചേട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ നിക്സൺ ചേട്ടൻ കാരണമാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത്. താങ്ക് യു സോ മച്ച് നിക്സൺ ചേട്ടാ. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിക്സൺ ചേട്ടൻ കോൺടാക്ട് ചെയ്താൽ മതി. रंग रेजा